ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശങ്ങൾ ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാനുള്ള 7 പ്രതിനിധി സംഘങ്ങളെയാണ് ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റ് അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തത്. അതിൽ സുപ്രധാനമായ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സംഘത്തെ നയിച്ചത് പ്രതിപക്ഷ MP-യായ ശശി തരൂരാണ്. അതിന് പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹത്തിന് വളരെയേറെ എതിർപ്പുകളെ നേരിടേണ്ടി വന്നു എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് അദ്ദേഹം ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ അദ്ദേഹം പറഞ്ഞ 8 കാര്യങ്ങൾ സുപ്രധാനമായ വസ്തുതകളാണ്. അതിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്രതിപക്ഷ MP-യാണ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം വിശദീകരിക്കാൻ വരുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ രാഷ്ട്രമാണ് വലുത്, അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ തീരുമാനമാണ് ഞാനിവിടെ അറിയിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് അമേരിക്കയ്ക്ക് തന്നെ ഞെട്ടലുളവാക്കുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ്. അമേരിക്കയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ മധ്യസ്ഥത വഹിച്ചത് എന്ന് പറഞ്ഞു നടന്ന ട്രംപിൻ്റെ അമേരിക്കയിൽ തന്നെ ചെന്ന് അതേ അമേരിക്കൻ ഗവൺമെൻറ്റിനോട് നേർക്കുനേരെ അദ്ദേഹം പറഞ്ഞു, ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥതയും ആരും വഹിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ DGMO ഇന്ത്യയുടെ DGMOയോട് വെടിനിർത്തലിന് വേണ്ടി അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ആ വെടിനിർത്തൽ, അതായത് പരാജയം സമ്മതിച്ചുകൊണ്ടുള്ള ആ അപേക്ഷ ഇന്ത്യ സ്വീകരിച്ചു എന്ന് മാത്രം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് മതം ചോദിച്ചാണ് അവിടെ ഹിന്ദുക്കളെ കൊല ചെയ്തത്. അതായത് ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ ടൂറിസ്റ്റ് എന്നോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ അല്ല ചോദിച്ചത്, മതം മാത്രമാണ്. മുസ്ലിം എന്ന് ചോദിച്ചു, മുസ്ലിം അല്ലാത്തവരെ മാത്രം കൊന്നു. കലിമ ചൊല്ലാൻ അറിയാവുന്ന ഒരു ഹിന്ദു പ്രൊഫസർ കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഈ കാര്യവും വ്യക്തമായി അദ്ദേഹം അമേരിക്കയിൽ പറഞ്ഞു. ഓർക്കണം, കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും MLA-മാരും MP-മാരും അടക്കമുള്ള ആൾക്കാർ മതം ചോദിച്ച് കൊലപാതകം നടത്തിയില്ല എന്ന് പറഞ്ഞ് ഭീകരവാദികളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതേ പാർട്ടിയുടെ 4 തവണയായിട്ടുള്ള MP ശ്രീ ശശി തരൂർ അമേരിക്കയിൽ ഈ വസ്തുതകൾ വ്യക്തമാക്കിയത്. നാലാമത്തെ കാര്യം, ഇന്ത്യ പഹൽഗാമിന് എന്ന് പറഞ്ഞാൽ തീവ്രവാദ ആക്രമണത്തിന് മാത്രമാണ് മറുപടി നൽകിയത്. അതായത് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു, അവരുടെ ആയുധപ്പുരകൾ തകർത്തു, അവരുടെ ലോഞ്ച് പാഡുകൾ തകർത്തു, അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു, അവരുടെ ഓഫീസുകൾ തകർത്തു. ഇവിടെ മാത്രമാണ് ആക്രമിച്ചത്, അല്ലാതെ പാകിസ്ഥാൻ പൗരന്മാരെ ആക്രമിച്ചിട്ടില്ല എന്നും ശശി തരൂർ വ്യക്തമായി പറഞ്ഞു. അഞ്ചാമത്തെ പോയിന്റ്, പാകിസ്ഥാനും ചൈനയും ചേർന്ന് TRF എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ വെള്ളപൂശാൻ നടത്തിയ ശ്രമം അദ്ദേഹം പൊളിച്ചടുക്കി. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ആ വലിയ സംവിധാനത്തിന് യാതൊരു കരുത്തും കാര്യശേഷിയും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞു, ഈ TRFൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് TRFനെതിരായി ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ചൈന പാകിസ്ഥാൻ പിന്തുണയോടുകൂടി അതിനെ പരാജയപ്പെടുത്തി. ഇത് UN-ന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്ന നീക്കമാണ്. അങ്ങനെ ഈ കാര്യം ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം തന്നെ പറഞ്ഞത് വലിയ തിരിച്ചടിയായി. അടുത്ത കാര്യം, UN വളരെ ദുർബലമാണ് എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? UN എന്ന് പറയുന്ന സംഘടനയ്ക്ക് തന്നെ യാതൊരു ബലവുമില്ല എന്ന് അദ്ദേഹം വെളിവാക്കി. കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്നും ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ വീറ്റോ പവറുള്ള ചൈനയോ ഇടപെട്ടാൽ പോലും ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏഴാമത്തെ പോയിന്റ്, ഡാനിയൽ പേൾ എന്ന് പറയുന്ന അമേരിക്കൻ പത്രപ്രവർത്തകനെ കറാച്ചിയിൽ വെച്ച് ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി തല വെട്ടി കൊന്ന കാര്യം അദ്ദേഹം അവിടെ സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇന്ത്യയെപ്പോലെ തന്നെ പാക് തീവ്രവാദത്തിൻ്റെ ഇരയാണ് എന്ന് അമേരിക്കയെ ഓർമ്മിപ്പിക്കാനും അദ്ദേഹം ആ അവസരം ഉപയോഗിച്ചു. ഇതിനേക്കാളൊക്കെ പ്രധാനം എട്ടാമതായി അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ന്യൂ നോർമൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം മോദിജി ഉപയോഗിച്ചിരുന്നു. പണ്ടൊക്കെ
പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഭാരതത്തെ ആക്രമിക്കുമ്പോൾ ഭാരതം ഇതുപോലെ തിരിച്ചടിക്കുകയായിരുന്നില്ല ചെയ്തത്. മറിച്ച് അവരോട് സംഭാഷണം നടത്തുകയും തീവ്രവാദികളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ ആക്രമിച്ചത് എന്ന് തെളിവ് നിരത്തുകയും ചെയ്യാനാണ് ഇന്ത്യ ഉത്സാഹിച്ചിരുന്നതെങ്കിൽ ഇത്തവണ തെളിവുകൾക്ക് മുമ്പ് തന്നെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട്, അതായത് ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ പ്രയോഗിച്ചത്. ആ പ്രവർത്തനവും പ്രയോഗവും ന്യൂ നോർമൽ എന്ന പേരിലാണ് മോദിജി പറഞ്ഞത്. മോദിജി പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഇവിടെ ശശി തരൂരും ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും ശക്തമായി ഭാരതത്തിന് വേണ്ടി അമേരിക്കയുടെ മുഖത്ത് നോക്കി സംസാരിച്ച ശശി തരൂരിനെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നും ശശി തരൂർ വ്യക്തമാക്കി തന്നിരിക്കുന്നു.